ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ഫോമറുകളെ പറ്റി പഠിച്ചു അല്ലെ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ്, ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തനം എന്താണ്, രണ്ട് തരം ട്രാൻസ്ഫോമർ ഉണ്ട് അല്ലെ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, അല്ല അവിടെ നടക്കുമ്പോൾ എന്തൊക്കെയാണ് പറ്റുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് പറ്റുവാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ഞാനിന്ന് കംപ്ലീറ്റ് ചെയ്യും. അതായത് നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ ഏതാണ്ട് വന്നല്ലോ. അപ്പോൾ നമുക്ക് ഇനി റിവിഷന്റെ സമയമാണ്. അപ്പോൾ റിവിഷന് മുന്നേ ആയിട്ട് നമ്മൾ ഇന്നത്തോടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ടേം 2 എക്സാമിന് വേണ്ട എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഫിസിക്സിന്റെ ഇന്നത്തോടെ കംപ്ലീറ്റ് ആകും. വരും ദിവസങ്ങളിൽ തന്നെ ബാക്കി സബ്ജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നമുക്ക് ഈ റിവിഷൻ ക്ലാസ്സസ് ഒക്കെ ലൈവ് വന്ന് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ലൈവ് വരുമ്പോഴത്തേക്കും സമയത്തിൻ്റെതാണ് ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലൈവായിട്ട് ഞാൻ ഫ്രീ ആകുന്ന സമയം നിങ്ങൾ ഫ്രീ ആകുന്ന സമയം ആകണമെന്നില്ല. എന്നാലും ഞാൻ മാക്സിമം ലൈവ് വന്ന് നമുക്ക് റിവിഷൻ ക്ലാസ്സസ് തരാനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടൊക്കെ ലൈവായിട്ട് ചെയ്യുന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ അതിനുള്ള അപ്ഡേറ്റുകൾ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാം വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. നോട്ടും ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നോക്കിയാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ടാവും. വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ഉണ്ട്, അതുപോലെ ടെലഗ്രാം ചാനലിൻ്റെ ഉണ്ട്. അതിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ നോട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് ആകുമ്പോഴത്തേക്കും അറിയാമല്ലോ, മുന്നത്തെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അപ്ലോഡ് ചെയ്ത നോട്ടുകൾ കിട്ടുന്നില്ല. പിന്നെ നിങ്ങൾ അവിടെ റിക്വസ്റ്റ് ചെയ്തിട്ട് അയച്ചു കിട്ടുമ്പോഴത്തേക്കും ലേറ്റ് ആകാം. സോ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ എന്താ പഠിച്ചത്? ഈ വൈദ്യുതി എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന വൈദ്യുതി അല്ലെ, നമുക്ക് തന്നെ എന്ത് വിളിക്കാം, AC കറണ്ട് എന്ന് വിളിക്കാം. ഇത് നിർമ്മിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെ, വൈദ്യുത കാന്തിക പ്രേരണത്തിലൂടെയാണെന്നും ജനറേറ്ററുകളാണ് ഇത് ഉത്പാദിപ്പിക്കുന്നതെന്നും AC DC എന്ന് 2 തരം കറണ്ടുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഈ കറണ്ടിന്റെ വോൾട്ടേജ് നമുക്ക് കൂട്ടാൻ പറ്റും ബൈ യൂസിങ് എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി നമ്മൾ നേരെ ഇത്രയും പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ വീടുകളിലേക്ക് വൈദ്യുതി എത്തുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ വീട്ടിലെ സേഫ്റ്റി ഡിവൈസസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ നോക്കടാ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ, വൈദ്യുതി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളെ പവർ സ്റ്റേഷനുകൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പവർ സ്റ്റേഷനിൽ പലതരം എനർജികൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വൈദ്യുത ഊർജ്ജമായിട്ട് മാറ്റുന്നുണ്ട്. തെർമല്, വിൻഡ്, സോളാർ, അങ്ങനെ പലതും, ന്യൂക്ലിയർ ഉൾപ്പെടെ. അവിടെ നമ്മൾ വേറൊരു കാര്യം പഠിച്ചു. ഈ കാണുന്ന ഇങ്ങനെ ഇത് പോസിറ്റീവ് ലൈനും ആണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ ഈ പോസിറ്റീവ് ലൈനിലൂടെ നമ്മൾ ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുമ്പോഴത്തേക്കും നമ്മുടെ ജൂൾ നിയമം അനുസരിച്ച് H=I²RT എന്ന തോതിൽ ഹീറ്റ് ലോസ് ഉണ്ടാകുമെന്നും, അപ്പൊ ഈ ഹീറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജ് കൂട്ടി കറണ്ട് കുറയ്ക്കുന്ന പരിപാടി നമ്മൾ പഠിച്ചു. ട്രാൻസ്ഫോമർ, റെസിസ്റ്റൻസ് കുറവുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള അലൂമിനിയം യൂസ് ചെയ്ത് വയറുകൾ ഉണ്ടാക്കാമെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ ഈ പ്രക്രിയയാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് പോകും. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, പടത്തിലോട്ട് നോക്കിയേ. പവർ സ്റ്റേഷൻസ് എന്ത് ഊർജ്ജം വേണമല്ലോ ആയിക്കോട്ടെ, വൈദ്യുതി ഉണ്ടാക്കും. നമ്മുടെ ഇന്ത്യയിൽ സാധാരണഗതിയിൽ ഈ പവർ സ്റ്റേഷൻസ് ഒക്കെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 11 കിലോ വോൾട്ടാണ്. എത്രയാണ്? 11 കിലോ വോൾട്ടാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് 11 കിലോ വോൾട്ട്? നമുക്ക് ഹൈ വോൾട്ടേജിലായിരിക്കണം, അല്ല ആദ്യമേ വലിയ വോൾട്ടേജ് പ്രിപ്പയർ ചെയ്തുകൂടെ? ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു ജനറേറ്റർ കറക്കി നമ്മൾ ഹൈ വോൾട്ടേജ് വൈദ്യുതി ഉണ്ടാക്കുന്നതിന് സാങ്കേതിക തടസ്സങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ 11 കിലോ വോൾട്ട് അല്ലെ, എന്ന് വെച്ചാൽ 11,000 വോൾട്ടിലാണ് നമ്മൾ ജനറേറ്ററുകൾ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. നമുക്കതിനെ 3 ഫേസ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? 3 ഫേസ് ജനറേറ്റർ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? 3 ഫേസ് ജനറേറ്റർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ പോസ്റ്റിന്റെ, നിങ്ങളുടെ വീടിനടുത്തുള്ള പോസ്റ്റിന്റെ മുകളിൽ കൂടെ 3 ലൈൻ അല്ലേ പോകുന്നത്, 1 2 3 ഫേസ്. ഓക്കെ, 3 ഫേസ്. ആ 3 ഫേസ് ചേർന്ന് 11 കിലോ വോൾട്ട് ഉത്പാദിപ്പിക്കും. പക്ഷേ ഈ 11 കിലോ വോൾട്ട് ഉത്പാദിപ്പിക്കുന്ന ഈ പവർ സ്റ്റേഷൻസ് ഏതെങ്കിലും കാടിന്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കടൽ തീരത്തിനടുത്തോ ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടുന്ന് നമുക്ക് വൈദ്യുതിയെ നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്യണം ലൈനുകളിലൂടെ. അപ്പൊ അതേ വോൾട്ടേജ് വിട്ടാൽ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ സ്റ്റേഷനിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും, ഇതിന്റെ വോൾട്ടേജ് കൂട്ടും. എത്രയായിട്ട് കൂട്ടും? 11 കിലോ വോൾട്ട് എന്നുള്ളത് 220 കിലോ വോൾട്ട്, അതായത് അതിന്റെ ഇരട്ടി 22,000 വോൾട്ട് ആക്കി നമ്മൾ കൂട്ടും. അപ്പൊ നിങ്ങൾക്കറിയാം, വോൾട്ടേജ് കൂട്ടുകയാണെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്നത് ഏത് ട്രാൻസ്ഫോമർ ആയിരിക്കും? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഏത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. എന്തുകൊണ്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ? നമുക്ക് വോൾട്ടേജ് കൂട്ടണം, കാരണം കൂട്ടിയാലേ ഈ പറയുന്ന ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 220 കിലോ വോൾട്ട് ആക്കി നമ്മൾ മാറ്റും. അത് ഈ പറയുന്ന വലിയ പോസ്റ്റുകളിലൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും.
ട്രാൻസ്ഫർ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഈ 220 കിലോ വോൾട്ടിന്റെ പകുതിയുടെ പകുതിയെങ്കിലും നമ്മുടെ വീട്ടിനടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്തുള്ള ഉപകരണങ്ങൾ മൊത്തം കത്തിപ്പോകും. അപ്പൊ നമുക്കത് എവിടെയാണോ എത്തുന്നത് നമ്മുടെ വീടിനടുത്ത്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഒരു ഒരു KCB ഓഫീസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു ഏരിയ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനടുത്ത് എത്തുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സബ്സ്റ്റേഷനുകൾ എന്ന് പറയും. അപ്പൊ ഈ സബ്സ്റ്റേഷനിലോട്ട് നമ്മൾ ആദ്യം കറണ്ട് കൊടുക്കും. എന്താ സബ്സ്റ്റേഷന്റെ ജോലി? ഈ 220 വീണ്ടും കുറച്ച് എത്രയാക്കി മാറ്റുക? 110 മാറ്റുക. എവിടെയായിട്ട് മാറ്റുക? 110 മാറ്റുക. പക്ഷെ 110 നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്റെ 110 അതായത് ഇപ്പൊ നമുക്ക് വലിയ ഈ പവർ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന ഒരു സിറ്റി ലിമിറ്റിനകത്ത് അല്ലെങ്കിൽ സിറ്റിക്ക് പുറത്ത് ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് നമ്മൾ ആദ്യം അതിനൊന്ന് കുറച്ച് 110 മാറ്റും. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന നിങ്ങളുടെ KCB ഓഫീസിനൊക്കെ അടുത്തുള്ള ഏതെങ്കിലും പവർ സ്റ്റേഷൻ ഉണ്ടാവും, നമുക്ക് അതിനെ എന്ത് വിളിക്കാം? സെക്കൻഡറി സബ്സ്റ്റേഷൻ എന്ന് വിളിക്കാം. ഈ സെക്കൻഡറി സബ്സ്റ്റേഷൻ വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന 110 എത്രയാക്കി മാറ്റും? 11 കിലോ വാട്ടാക്കി കുറയ്ക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാം വോൾട്ടേജ് കുറയ്ക്കുന്ന ട്രാൻസ്ഫോമർ. അപ്പൊ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ട്രാൻസ്ഫോമർ, ഈ സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറുകൾ രണ്ടിലും ഉപയോഗിക്കുന്ന ഏതായിരിക്കും? അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. ഏതായിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. വോൾട്ടേജ് എവിടെ കുറയ്ക്കും? വോൾട്ടേജ് എവിടെ കുറയ്ക്കും? അപ്പോൾ പവർ സ്റ്റേഷനിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്നു, അതിന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് കൂട്ടുന്നു, എന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന സബ്സ്റ്റേഷനിൽ എത്തുമ്പോൾ നമ്മൾ കുറയ്ക്കുന്നു. രണ്ട് രീതിയിൽ കുറയ്ക്കുന്നു. ഒന്ന് 220 110 ആക്കും, അടുത്ത 110 11 ആക്കും. തീരുന്നില്ല. ഇതിന് നമ്മൾ വീണ്ടും അടുത്ത് എങ്ങോട്ട് കൊണ്ടുപോകും? ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലോട്ട് കൊണ്ടുപോകും. വീടുകളിലോട്ട് എത്തുന്നതിന് മുന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമ്മൾ ഈ 11 കിലോ വോൾട്ടിനെ വീണ്ടും കുറച്ച് 230 മാറ്റും. അതായത് നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പവർ എന്ന് പറയുന്നത് എത്രയാണ്? 230 വോൾട്ടാണ്. ഈ 11 kV ഒന്നും നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ 11 കിലോ വാട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് കുറച്ചിട്ട് 230 മാറ്റും. അപ്പോൾ 11 kV ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിൽ എത്തുമ്പോൾ എത്രയായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും? 230 കുറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നമ്മുടെ പവർ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പവർ ട്രാൻസ്മിഷൻ നോക്കിയേ. പവർ പ്രേഷണവും വിതരണവുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ആദ്യം നമ്മൾ പവർ സ്റ്റേഷൻ ഉണ്ട്. പവർ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് 11 കിലോ വാട്ടിന് 220 ആക്കും. അത് നമ്മുടെ സബ്സ്റ്റേഷനിൽ വെച്ചിട്ട് ആദ്യം 110 ആക്കും. സെക്കൻഡറി സബ്സ്റ്റേഷനിൽ വെച്ചിട്ട് അതിനെ 11 ആക്കും. അതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ വെച്ച് കുറച്ചിട്ട് എത്രയാക്കി മാറ്റും? 230 വോൾട്ട് ആക്കിയിട്ടായിരിക്കും നമ്മുടെ വീടുകളിലേക്ക് കറണ്ട് എത്തിക്കുന്നത്. ഓർത്ത് വയ്ക്കാൻ പറ്റുമല്ലോ. ഇതൊന്ന് മനസ്സിൽ അങ്ങ് സങ്കല്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ എങ്ങനെ ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് മനസ്സിൽ പറഞ്ഞ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാനൊരു പേജ് കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. അപ്പോൾ ആദ്യം പവർ സ്റ്റേഷൻ. പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് എത്രയാണ്? 11 കിലോ വോൾട്ട്. അതിന് നമ്മൾ ഇവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യും? സ്റ്റെപ്പ് അപ്പ് ചെയ്യും അല്ലെ? നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് എത്രയാക്കും? 220 കിലോ വോൾട്ടിലോട്ട് മാറ്റും. അപ്പൊ 22,000 അല്ലെ 2,20,000 അല്ലെ? ഞാൻ 22,000 എന്ന് അവിടെ പറഞ്ഞു. ഓക്കെ, 2,20,000 കിലോ വോൾട്ടിലോട്ട് മാറ്റും. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അതെവിടെ എത്തും? സബ് സ്റ്റേഷനിൽ എത്തും. അപ്പൊ സബ് സ്റ്റേഷനിൽ വെച്ചിട്ട് 220 നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും. സബ് സ്റ്റേഷൻ അപ്പൊ ഉപയോഗിക്കുന്ന ഏതാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. എത്രയാക്കി മാറ്റും? 110 ആക്കി മാറ്റും. അതിനെ വീണ്ടും എങ്ങോട്ട് പോകും? സെക്കൻഡറി സബ് സ്റ്റേഷനിലോട്ട് പോകും. അവിടെ വെച്ച് 110 വീണ്ടും കുറച്ച് എത്രയാക്കി മാറ്റും? 11 കിലോ വാട്ട് ആക്കി മാറ്റും. 11 ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് വീണ്ടും എങ്ങോട്ട് പോകും? അത് വീണ്ടും നമ്മുടെ വീടിനടുത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലോട്ട് പോകുമ്പോഴത്തേക്കും അതിനെ വീണ്ടും എന്ത് ചെയ്യും? സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് 230 വോൾട്ടിലേക്ക് മാറ്റും. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. ഓർത്ത് വയ്ക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് വച്ചുകൊണ്ട് ഈ പറയുന്ന ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളിലോട്ട് പോകാം. അപ്പൊ നോക്കിക്കോ. At what voltage is electricity generated in the power station? 11 kilovolt. Which type of transformer is used in the power station? Step up transformer. 11 kilowatt electricity is generated in the power station. To what voltage is it stepped up? 220. Where does the electricity reaches after traveling through the high voltage line? എവിടെയായിരിക്കും? Substation. Where are step down transformers used? എവിടെയാണ്? സബ് സ്റ്റേഷനുകളിലാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലും എന്തുപയോഗിക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും. ടു വാട്ട് വോൾട്ടേജ് ഈസ് 11 കിലോ വോൾട്ടേജ് റെഡ്യൂസ്ഡ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. ഡിസ്ട്രിബ്യൂഷനിലാവുമ്പോൾ 11 എത്രയായിട്ട് കുറച്ചിട്ടുണ്ടാവും? 230 വോൾട്ട് ആയിട്ട് കുറച്ചിട്ടുണ്ടാവും. വാട്ട് ഇസ് ദ വോൾട്ടേജ് ഓഫ് ഇലക്ട്രിസിറ്റി അപ്ലൈഡ് ടു ഹൗസസ്? വീട്ടിൽ കൊടുക്കുന്ന എത്രയാണ്? അപ്പോൾ 230 വോൾട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ
റോൾ ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ഇൻ പവർ സ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലേ? പറയാൻ പറ്റണം. ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ടിൽ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ ഫുൾ പോയിന്റുകൾ ചുരുക്കി ഇത്രയാക്കി തന്നിട്ടുണ്ട്. എത്രയാണെന്നുള്ളത് 220, 11 അത് 220 ആക്കും, സ്റ്റെപ്പ് അപ്പ് ചെയ്യും, പിന്നെ അത് കുറച്ച് 110, പിന്നെ വീണ്ടും 230 ആക്കി മാറ്റും. ആ പോയിന്റുകൾ ഇവിടെ ഉണ്ട്. ട്രാൻസ്ഫോമർ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? പവർ ട്രാൻസ്മിഷന് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ ഉപയോഗിക്കും. എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ ഉടനെ നോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത നെസസിറ്റി, അടുത്ത വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് ഇൻക്രീസിംഗ് ദ വോൾട്ടേജ് ഓഫ് ദ ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് അറ്റ് 11 കിലോവാട്ട് ഇൻ ദ പവർ സ്റ്റേഷൻ. പവർ സ്റ്റേഷനിൽ 11 കിലോവാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റിയെ എന്തിനാണ് കൂട്ടുന്നത്? ടു റെഡ്യൂസ്. എന്ത് റെഡ്യൂസ് ചെയ്യാൻ? ടു റെഡ്യൂസ് ട്രാൻസ്മിഷൻ ലോസ്. എന്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്? ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന വോൾട്ടേജിനെ മാറ്റുന്നത്. വാട്ട് ഈസ് ദ വോൾട്ടേജ് യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ? ഡൊമസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് 230 വോൾട്ട് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരവും ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് കുറയ്ക്കുന്നത്? I²R T ലോസ് കുറയ്ക്കാനായിട്ട്. ഇവിടുത്തെ ഈ ഒരു P is equal to I²R നിങ്ങൾ എഴുതണ്ട. ഇത് I2R അല്ല, I²R. ഓക്കെ, അപ്പൊ ഇപ്പൊ പഠിച്ച പോയിന്റ് ഫുൾ ഒരൊറ്റ ടേബിളിലാക്കി തന്നിട്ടുണ്ട്, പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. പവർ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ്, ട്രാൻസ്മിഷൻ ലൈനിന്റെ വോൾട്ടേജ്, സബ്സ്റ്റേഷനിലെ വോൾട്ടേജ്, ഡിസ്ട്രിബ്യൂഷനിലെ വോൾട്ടേജ്, ഓരോയിടത്ത് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമർ ഏത് എന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പർപ്പസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇതിപ്പോൾ മലയാളം മീഡിയംകാർക്കായാലും വലിയ മാറ്റമൊന്നുമില്ലല്ലോ, വാക്കുകൾക്കുള്ള ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. പവർ സ്റ്റേഷൻ എത്ര വോൾട്ട് കിട്ടും അതിന് വേണ്ടി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ അല്ലേ? ആണെങ്കിൽ നമുക്ക് അപ്പോൾ കറണ്ട് പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിച്ചു. KSEBയുടെ ലൈൻ വഴി അത് നിങ്ങളുടെ വീടിന്റെ അടുത്ത് വരെ എത്തി, വീടിന്റെ അടുത്തുള്ള പോസ്റ്റിലെത്തി. അടുത്ത് എങ്ങോട്ടാ അത് പോകുന്നത്? നിങ്ങളുടെ വീടിനകത്തോട്ടാ പോകുന്നത്. അപ്പൊ വീട്ടിലോട്ട് പോകുന്നതിനാണ് നമ്മൾ ഹൗസ് ഹോൾഡ് വയറിംഗ്. അപ്പൊ നമുക്ക് ഇപ്പൊ പഠിച്ചതുപോലെ ഹൗസ് ഹോൾഡ് വയറിംഗ് ഒന്ന് നോക്കാം. പടത്തിലോട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങൾ പോസ്റ്റിലോട്ട് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലോട്ട് ഒരു ലൈൻ വരുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ? നിങ്ങൾ 2 ലൈൻ കാണത്തില്ല, പക്ഷെ ആ ഒരു വയറിനകത്ത് 2 വയറുണ്ട്. അതായത് ഇൻസുലേറ്റ് ചെയ്ത ഒരു വയറായിരിക്കും നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നത്. പക്ഷെ സത്യത്തിൽ അതിനകത്ത് എന്തുണ്ടാകും? ഒരു ഫേസും ഉണ്ടാകും, അതുപോലെ തന്നെ എന്തുണ്ടാകും? ഒരു ന്യൂട്രലും ഉണ്ടാകും. അപ്പൊ മനസ്സിലാക്കുക, നമ്മുടെ വീടിലോട്ട് കറണ്ട് വരുന്നുമുണ്ട്, കുറച്ച് കറണ്ട് തിരിച്ചു പോകുന്നുമുണ്ട്. അങ്ങനെ സങ്കല്പിച്ച് വെക്കുക. അപ്പൊ നമ്മുടെ വീട്ടിലോട്ട് കറണ്ട് വരുന്ന ലൈൻ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫേസ് ലൈൻ എന്ന് വിളിക്കുന്നത്. തിരിച്ചു പോകുന്നതിന് നമുക്ക് ഏതാണെങ്കിൽ എന്ത് വിളിക്കാം? ന്യൂട്രൽ എന്ന് വിളിക്കാം. അപ്പോൾ KSEBയുടെ പോൾ, ഇതിനാണല്ലോ പോൾ, അല്ലെങ്കിൽ നമ്മളെന്താ പറയാ, നമ്മൾ പോസ്റ്റ് എന്ന് പറയും. അപ്പം പോസ്റ്റിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് 2 ലൈൻ വരുമെന്ന് പഠിച്ചു വെക്കും. കാണുമ്പോൾ ഒന്നെന്ന് തോന്നുമെങ്കിലും അത് 2 എണ്ണം. ഒന്ന് സ്റ്റേ വയർ ആയിരിക്കും. സ്റ്റേ വയറിന്റെ കാര്യമല്ല പറയുന്നത്, ഒറ്റ വയറായിട്ടായിരിക്കും പലപ്പോഴും വരുന്നത്. അത് മൾട്ടി കോർ വയർ എന്നൊക്കെ പറഞ്ഞ് 2 എണ്ണം അതിനകത്തുണ്ട്. ഒന്ന് ഫേസും ഒന്ന് ന്യൂട്രൽ. അത് ആദ്യം പോയി കണക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? ചേട്ടാ, KSEB നമുക്ക് ചുമ്മാ ഒന്നല്ല കറണ്ട്. അപ്പോൾ കറണ്ട് തരുന്നവരുടെ ആദ്യ ലക്ഷ്യം എന്താണ്? നമ്മളിന്ന് പൈസ വാങ്ങിക്കുന്നത്. അപ്പൊ ആദ്യം എവിടെയായിരിക്കും പോയി കണക്ട് ആവുന്നത്? KWH മീറ്റർ. എന്തുവാണ് KWH മീറ്റർ? കിലോ വാട്ട് അവർ മീറ്റർ. അതായത് നമ്മുടെ KSEBയുടെ മീറ്റർ, കറണ്ട് നമുക്ക് അളന്നു തരുന്ന മീറ്റർ. ആ മീറ്ററിൽ നിന്നും അവിടെ ഈ ഫേസ് ന്യൂട്രലും ഉണ്ട്. അവിടുന്ന് ഒരു വയർ പോകുമ്പോഴായിരിക്കും ആദ്യം എന്തിരിക്കുന്നത്? മെയിൻ ഫ്യൂസ് ഇരിക്കും. പക്ഷെ നിങ്ങളുടെ വീട്ടിലൊക്കെ മെയിൻ ഫ്യൂസ് ഇങ്ങനെ നേരെ ഇരിക്കുന്നതായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് അല്ലെ? സംഭവം അങ്ങനെ തന്നെയാണ്. ഇവിടെ സർക്യൂട്ടിന് വേണ്ടിയിട്ടാണ് ചരിച്ചു വെച്ചേക്കുന്ന പോലെ തോന്നുന്നതേ ഉള്ളൂ. അതായത് നമ്മുടെ വീട്ടിലോട്ട് ആദ്യം വന്നിരിക്കുന്നത് എവിടെയായിരിക്കും? ഈ പറയുന്ന കിലോ വാട്ട് അവർ മീറ്ററിലായിരിക്കും നമ്മുടെ ഫേസ് ലൈൻ വന്ന് കിടക്കുന്നത്. അവിടെ ആയിരിക്കും ന്യൂട്രലും വരുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ ലൈൻ വരും. സിംഗിൾ ഫേസ് വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ലൈൻ വരും. അടുത്ത് ഇവിടുന്ന് ഔട്ട്പുട്ട് വീടിനകത്തോട്ട് പോകും. അതാണ് അതിന്റെ പരിപാടി. ഓക്കെ, അപ്പോൾ ബേസിക്കലി അതപ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ കണക്ഷൻ നമ്മൾ എന്ത് വിളിക്കും? ഇതിനെ നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? നമ്മൾ ഇതിനെ സീരീസ് കണക്ഷൻ എന്ന് വിളിക്കും. സീരീസും പാരലും അറിയാലോ അല്ലെ? ഒന്നിന് പുറകെ ഒന്നായിട്ട് കൊടുത്താൽ സീരീസ്, ഒന്നിന് ഡിവൈഡ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പാരൽ. അപ്പൊ ഇവിടെ സീരീസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് മെയിൻ ഫ്യൂസ്. മെയിൻ ഫ്യൂസിൽ നിന്ന് പിന്നെ നേരെ പോകുന്ന മെയിൻ സ്വിച്ച് ആണ് അല്ലെ? വീട്ടിൽ എന്തെങ്കിലും വൈദ്യുതിയുടെ പണിയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പോയി ഓഫ് ചെയ്യുന്ന സ്വിച്ച് ഇല്ല, മീറ്റർ ബോർഡിന്റെ ഒക്കെ സൈഡിലായിട്ടിരിക്കുന്ന സ്വിച്ച്, അതിനാണ് നമ്മൾ മെയിൻ സ്വിച്ച് എന്ന് വിളിക്കുന്നത്. എന്തിനാ? വീട്ടിലോട്ടുള്ള കറണ്ട് കണക്ഷൻ സപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനും നമുക്ക് സഹായിക്കുന്നു. പണി വരുമ്പോൾ ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും ചെയ്യും. സ്വിച്ച് ആണ് ഇവിടെ കണ്ടോ, ഫേസ് ന്യൂട്രൽ കൂടെ ഒരുമിച്ച് ഡിസ്കണക്ട് ആകും. അത് കഴിഞ്ഞിട്ട് പോകുന്ന സാധനമാണ് ELCB. എന്താണ് ELCB? എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. എന്തുവാണ്? എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് വെച്ചാൽ നിങ്ങൾ എർത്തിങ് ലൈനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കും. ഇതാ കണ്ടോ, എർത്ത് ലൈൻ കണ്ടോ? എന്താ എർത്ത് ലൈനിന്റെ ജോലി? നമ്മുടെ വീടില് ഈ പറയുന്ന 3 പിൻ പ്ലഗുകളിൽ
ഏറ്റവും മുകളിൽ കാണുന്ന പ്ലഗിനെയാണ് നമ്മൾ എർത്തിങ് പിൻ എന്ന് പറയുന്നത്. അല്ലെ എർത്തിങ് പിൻ. ഈ എർത്തിങ് പിൻ നിങ്ങൾ നോക്കിയാൽ കാണാം, ചെറിയ ചെറിയ നമ്മുടെ വീട്ടിലെ മൊബൈൽ ചാർജറോ ടി വിയിലോ ഒന്നും 3 പിൻ അല്ല. എന്നാൽ ഗ്രൈൻഡർ, അതുപോലെ കുറച്ച് നമ്മുടെ അയൺ ബോക്സ് പോലെയുള്ള കുറച്ച് വൈദ്യുതി കൂടുതൽ എടുക്കുന്ന ഉപകരണങ്ങളൊക്കെ 3 പിൻ ഉണ്ടാവും. ഫ്രിഡ്ജ് അല്ലെ. അപ്പൊ ആ വലിയ ഉപകരണങ്ങൾക്ക് വലിയ വൈദ്യുതി വേണം. അപ്പൊ ആ വൈദ്യുതിക്ക് എന്തെങ്കിലും ലീക്ക് സംഭവിച്ചാൽ നമ്മൾ ആരെങ്കിലും അത് തൊട്ടാൽ ഷോക്ക് അടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് നമ്മൾ ഈ എർത്തിങ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ എർത്തിങ്ങിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? എവിടെയോ ലീക്ക് ഉണ്ടെന്നാണ്. കറണ്ട് ലീക്ക് ഉണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ഉണ്ടെന്നാണ്. അപ്പൊ അങ്ങനെ വന്നാൽ അത് നല്ലൊരു കാര്യമല്ല. നമ്മുടെ കറണ്ട് ബില്ലും കൂടും, ഇനി നമുക്ക് അപകടവും പറ്റും. അപ്പൊ അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ LCB. അടുത്ത് ELCB കഴിഞ്ഞിട്ട് നേരെ കണക്ഷൻ പോയിരിക്കുന്നതാണ് MCB. MCB നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വീട്ടിൽ പലപ്പോഴും ട്രിപ്പ് ആവുക എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം ഈ അടുത്ത കാലത്തൊക്കെ വെച്ച് വീട്ടിലാണെങ്കിൽ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ആക്കുന്ന കുറെ സ്വിച്ചുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും അല്ലെ. അതാണ് MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അവിടെ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലോട്ട് കറണ്ട് വന്നു, അത് ഓരോ മുറിയിലോട്ടും പോകണ്ടേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ വീട്ടിലോട്ട് ഫേസ് ലൈനിൽ നിന്ന് കണക്ഷൻ വന്നു. അത് ആദ്യം പിടിച്ച് നിങ്ങളുടെ ആദ്യത്തെ മുറിയിൽ കൊടുത്തു, അവിടുന്ന് പിടിച്ച് രണ്ടാമത്തെ മുറിയിൽ കൊടുത്തു, അവിടുന്ന് പിടിച്ച് മൂന്നാമത്തെ മുറിയിൽ കൊടുത്താൽ കറണ്ട് വല്ലതും വർക്കാവോ? ആലോചിച്ച് നോക്കി. ഒന്നാമത്തെ മുറി സ്വിച്ച് ഇടാത്തിടത്തോളം ഇങ്ങോട്ട് പിന്നെ കറണ്ട് വരത്തില്ലല്ലോ, ബാക്കി ഒരു മുറി വർക്കാവില്ല. അപ്പൊ അങ്ങനെ കൊടുത്താൽ പറ്റൂലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വെച്ച് നമ്മൾ സർക്യൂട്ടിന് സ്പ്ലിറ്റ് ചെയ്യും. കറണ്ട് നമ്മൾ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ മുറിയിലോട്ട് കണക്ഷൻ പോകും. അപ്പൊ നോക്കടാ, കറണ്ട് ഇവിടെ സ്പ്ലിറ്റ് ആയില്ലേ. അപ്പൊ ഇനി അങ്ങോട്ട് എന്ത് കണക്ഷൻ ആണ്? സീരീസ് ആണോ? അല്ല, പാരലൽ കണക്ഷൻ. അങ്ങനെ പാരലാക്കി സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുന്ന സ്ഥലമാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. കറണ്ടിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര ലൈൻ ഉണ്ടാവും? ആ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ ഫേസ് ന്യൂട്രൽ മാത്രമല്ലേ വന്നിട്ടുള്ളൂ. ഈ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് കഴിയുമ്പോഴത്തേക്കും ഫേസ് ലൈനുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോകും, ന്യൂട്രൽ ലൈൻ സെപ്പറേറ്റ് ആയിട്ട് പോകും. പിന്നെ എന്തും കൂടെ കാണും? നമുക്കിവിടെ എർത്തിങ് ലൈനും കൂടെ ഇനിയിപ്പോൾ അങ്ങോട്ട് ഉണ്ടാവും. അങ്ങോട്ട് ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാവും. ഓക്കെ. അപ്പൊ അതാണ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്ന് ഒരു ഫേസ് ന്യൂട്രലും വെച്ച് ഓരോ മുറിക്കകത്തോട്ട് പോകും. അതുപോലെ ഇവിടുന്ന് തന്നെയാണ് നിങ്ങളെ വീട്ടിലെ ഈ ഫ്രിഡ്ജ് കൊടുത്തേക്കുന്ന പ്ലഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്ലഗ് പോലെ അല്ലല്ലോ, ഇച്ചിരി വലുതല്ലേ. അതിന്റെ മുകളിൽ ചെറിയ ഫ്യൂസും ഒക്കെ കാണിച്ച് കുറച്ച് കട്ടിയൊക്കെ ഉള്ളതല്ലേ. പവർ പ്ലഗ് എന്നാണ് നമ്മൾ ഇതിന് വിളിക്കുന്നത്. അപ്പൊ പവർ പ്ലഗ് എന്ന് പറയുന്ന സാധനത്തിനൊക്കെ സെപ്പറേറ്റ് കണക്ഷൻസ് പോകുന്നത് എവിടുന്നാണ്? ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്നാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് കണ്ടോ, സാധാരണ നമ്മുടെ പ്ലഗും ഇവിടെ ഒരു സെപ്പറേറ്റ് പ്ലഗും കണ്ടോ, ഇതാണ് പവർ പ്ലഗ്. ഹൈ കറണ്ട് അല്ലെങ്കിൽ ഹൈ പവർ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പവർ പ്ലഗ് ഉപയോഗിക്കും. കാരണം ഇവിടുത്തെ വയറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതലായിരിക്കും. കാരണം കൂടുതൽ കറണ്ട് വലിക്കുക അല്ലെ, കുറഞ്ഞ കറണ്ട് അല്ലെങ്കിൽ കൂടുതൽ കറണ്ട് ചെറിയ വയറിൽ നിന്ന് വലിച്ചാൽ അത് ചൂടാവാനൊക്കെ പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യും. അപ്പോൾ കുറെ കൺഫ്യൂഷൻ വന്നതാണ്. നമുക്കൊന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ പവർ സ്റ്റേഷൻ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ആദ്യം സ്റ്റെപ്പ് അപ്പ് ചെയ്യും, പിന്നെ എല്ലാം സ്റ്റെപ്പ് ഡൗൺ ചെയ്യും, നമ്മുടെ വീട്ടിലെത്തും. എവിടെ എത്തും? പോസ്റ്റിലെത്തും. അപ്പൊ പോസ്റ്റിൽ നിന്ന് ആദ്യം പിടിച്ചു കൊടുത്തേക്കുന്ന എവിടെ? കിലോ വാട്ട് അവർ മീറ്റർ. അവിടുന്ന് സീരീസ് ആയി, ആ വാക്ക് ശ്രദ്ധിച്ച് പഠിച്ചോളാം ചോദിക്കും. അവിടുന്ന് സീരീസ് ആയിട്ടാണ് നമ്മൾ മെയിൻ ഫ്യൂസിനെ കൊടുക്കുന്നത്. ഫ്യൂസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്താണ്? സ്വിച്ച് ഓൺ ആക്കുന്ന മെയിൻ സ്വിച്ച്. മെയിൻ സ്വിച്ച് കഴിഞ്ഞാൽ ELCB പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ELCB കഴിഞ്ഞാൽ പിന്നെ സീരീസ് ആയിട്ട് കണക്ഷൻ വീട്ടിൽ പോയാൽ കറണ്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഈക്വൽ ആയിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ കണക്ഷൻ എന്താക്കി മാറ്റും? പാരലൽ കണക്ഷൻ ആയിട്ട് മാറ്റും. ശ്രേണിയല്ല, പാരലൽ കണക്ഷൻ. അപ്പൊ അതായിട്ട് മാറ്റുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. അവിടെ തന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് MCBകൾ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് പിന്നെ കണക്ഷൻ പോയിട്ടുണ്ട്. പവർ പ്ലഗിലോട്ടും പോകും, സാധാ പ്ലഗിലോട്ടും പോകും. എല്ലാം കഴിഞ്ഞ് തിരിച്ച് എന്ത് ചെയ്യും? ഈ ന്യൂട്രലിൽ കൂടെ പുറത്തോട്ട് പോകും. പിന്നെ വലിയ ഉപകരണങ്ങളാണെങ്കിൽ അതിനകത്ത് കൊടുത്തേക്കുന്ന ഒരു സെപ്പറേറ്റ് പച്ച ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ആ പച്ച ലൈനിന്റെ പേരാണ് എർത്ത് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ എർത്ത് ലൈനിന്റെ ജോലി എന്താണെന്ന് നമുക്ക് നോക്കാം. സെറ്റ് അല്ലേ? പടം മനസ്സിലായല്ലോ. ഇനി നമുക്ക് കാര്യത്തിലോട്ട് പോകും. വാട്ട് ഈസ് ദ വാട്ട് അവർ മീറ്റർ? വേർ ഈസ് ദ വാട്ട് അവർ മീറ്റർ കണക്ട്? അപ്പൊ എവിടെയായിരിക്കും? റൈറ്റ് ആഫ്റ്റർ ദ പോൾ അല്ലെങ്കിൽ പോസ്റ്റ്. പോസ്റ്റിൽ നിന്ന് ലൈൻ വന്നു കഴിഞ്ഞാൽ അത് ആദ്യം കൊടുത്തേക്കുന്നത് എവിടെയാണ്? വാട്ട് അവർ മീറ്ററിലാണ്. എത്ര വയറാണ് വാട്ട് അവർ മീറ്റർ എത്തുന്നത്? 2 വയറാണ്. ഏതൊക്കെയാണ്? ഫേസും ന്യൂട്രലും. ഏതൊക്കെയാണ്? ഫേസും ന്യൂട്രലും. വിച്ച് ഡിവൈസ് ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ ദ വാട്ട് അവർ മീറ്റർ ആൻഡ് ദ മെയിൻ സ്വിച്ച്? വാട്ട് അവർ മീറ്റർ മെയിൻ സ്വിച്ചിനും ഇടയ്ക്ക് ഏതാണ്? അതാണ് നമ്മുടെ മെയിൻ ഫ്യൂസ്. അതായത് KCB നിങ്ങൾ ബില്ലൊക്കെ അടച്ചില്ലെങ്കിലേ ഈ KCB-ക്കാർ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഊരിക്കൊണ്ട് പോകുന്ന സാധനം ഈ പറയുന്ന മെയിൻ ഫ്യൂസാണ്. അതെങ്ങനെ കണക്ട് ചെയ്തേക്കുന്നത്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ചോദ്യം ചോദിക്കും. എങ്ങനെയാണ്? സീരീസ് ആയിട്ടാണ്. അതായത് നമ്മുടെ ഫേസ് ലൈനിന് നേരെ അല്ലെ, ഇങ്ങനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. ഇതിനകത്താണ് എന്തിരിക്കുന്നത്? നമ്മളെ ഫ്യൂസ് വയർ ഇരിക്കും. ചിലപ്പോൾ അടിച്ച് ഫ്യൂസ് പോകുമ്പോൾ നിങ്ങൾ ഫ്യൂസ് കെട്ടി കൊടുക്കാറല്ലേ, ആ സാധനം. അതിനുശേഷമാണ് വീട്ടിലോട്ട് കറണ്ട് പോകുന്നത്. വേർ ഈസ് ദ മെയിൻ സ്വിച്ച് പ്ലേസ്ഡ്? ആഫ്റ്റർ ദ മെയിൻ ഫ്യൂസ് അല്ലെ. മെയിൻ ഫ്യൂസ് കഴിഞ്ഞു, ആഫ്റ്റർ ദ
മെയിൻ ഫ്യൂസ് ആണ് നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. അടുത്തതിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് പരിപാടി മനസ്സിലാവും. അപ്പോൾ മെയിൻ സ്വിച്ച് എന്താണ്? മെയിൻ സ്വിച്ച് ഈസ് എ ഡിവൈസ്. എന്തിനാണ് സ്വിച്ച്? യൂസ്ഡ് ടു കണക്ട് ഓർ ഡിസ്കണക്ട് ദ ഫേസ് ലൈൻ ആൻഡ് ദ ന്യൂട്രൽ ലൈൻ റീച്ചിങ് ദ ഹൗസ് ഹോൾഡ് സർക്യൂട്ട് ഫ്രം ദ ഇലക്ട്രിക് പോൾ. അപ്പോൾ ഇലക്ട്രിക് പോളിൽ നിന്ന് വീട്ടിലോട്ട് വരുന്നത് വേണോ വേണ്ടോ തീരുമാനിക്കുന്ന മെയിൻ സ്വിച്ച് ആണ്. എവിടെ ആയിരിക്കും? മെയിൻ ഫ്യൂസ് കഴിഞ്ഞിട്ടാണ് മെയിൻ സ്വിച്ച് ഇരിക്കുന്നത്. അതിന് എന്താണ്? മെയിൻ സ്വിച്ച് ഈസ് ഫംഗ്ഷനിങ് എസ് എ ഡബിൾ സ്വിച്ച് എന്ന് വെച്ചാൽ എന്താണ്? അത് നമ്മുടെ ഈ പറയുന്ന ഫേസിനെയും ന്യൂട്രലിനെയും എന്ത് ചെയ്യും? ഒരേ സമയം ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യും. ഇനി മെയിൻ സ്വിച്ച് കഴിഞ്ഞു, മെയിൻ ഫ്യൂസ് സ്വിച്ച് കഴിഞ്ഞ് അടുത്ത് വരുന്നത് എങ്ങോട്ടാണ്? ELCBയിലോട്ടാണ്. ഫുൾ ഫോം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. E4 എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. എന്തിനാണ്? സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ MCB അഥവാ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറിലോട്ട് പോകും. അവിടെ നിന്ന് നമ്മൾ കറണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി അടുത്ത എന്തൊക്കെ പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കണം? വീട്ടിൽ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഫ്യൂസ് മാത്രമാണ് സീരീസ്. വീട്ടിൽ നമ്മൾ ഉപകരണങ്ങളൊക്കെ കണക്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? പാരലൽ ആയിട്ടാണ്. എങ്ങനെയാണ്? പാരലൽ കണക്ഷൻ ആയിട്ടാണ്. ഓക്കെ, സോ ആൻ അപ്ലയൻസസ് ആൻഡ് ദ സ്വിച്ച് ദാറ്റ് കൺട്രോൾ ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് ടു ദ ഫേസ് ലൈൻ. ഓക്കെ, അതായത് വേറൊന്നുമില്ല, ആൻ അപ്ലയൻസ് ആൻഡ് ദ സ്വിച്ച് ദാറ്റ് കൺട്രോൾ ഇറ്റ് എന്ന് വെച്ചാൽ ഈ പറയുന്ന MCB കഴിഞ്ഞ് പോകുന്ന ലൈനിനകത്ത് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടാവും? നമ്മൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, സ്വിച്ച് എപ്പോഴും കൊടുക്കുന്നത് സ്വിച്ചും ഫ്യൂസും നമ്മൾ സീരീസ് ആയിട്ടേ കൊടുക്കുള്ളൂ. കാരണം നമുക്കറിയാം സീരീസ് ആകുമ്പോഴേ ഒറ്റ വഴി. അപ്പൊ ആ വഴി തടയാൻ സ്വിച്ച് കൊടുത്തേക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്യൂസ് കൊടുത്തേക്കുമ്പോൾ സീരീസ് കണക്ഷൻ. ഓക്കെ, വെൻ ഹൈ പവർ അപ്ലയൻസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സർക്യൂട്ട് ദേ ഷുഡ് ബി കണക്റ്റഡ് ടു ദ എർത്ത് വയർ ഫോർ ബെറ്റർ സേഫ്റ്റി. ഞാൻ പറഞ്ഞില്ലേ, ഫ്രിഡ്ജ് പോലെയുള്ള ഹൈ പവർ ലൈൻസിനകത്ത് എർത്തിങ്ങും കൂടെ കൊടുക്കണം. ഓക്കെ, ഹൈ പവർ ലൈൻസിന് വേണ്ടി നമ്മളിപ്പോൾ സെപ്പറേറ്റ് ലൈൻസ് ആണ് വലിക്കുന്നത് അല്ലെ. സാധാരണ 5 ആംപിയർ ആയിരിക്കും, 15 ആംപിയർ ആയിരിക്കാം, പലതും ആയിരിക്കാം. സെപ്പറേറ്റ് ലൈൻ വലിക്കും. അത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ സ്വിച്ച് ബോർഡിൽ ഇരിക്കുന്ന ലൈൻ അല്ല എവിടെ ഇരിക്കുന്നത്? പവർ പ്ലഗിലോട്ട് പോകും. പവർ പ്ലഗ് മസ്റ്റ് ബി കണക്റ്റഡ് ഹൈ പവർ അപ്ലയൻസസ് അല്ലെ. പവർ പ്ലഗിൽ നമ്മൾ ഹൈ പവർ അപ്ലയൻസ് ആണ് കൊടുക്കേണ്ടത്. ഇനി കളർ നോക്കാം. റെഡ് കളർ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഫേസിനായിരിക്കും, ബ്ലാക്ക് വയർ ഉപയോഗിക്കുന്ന ന്യൂട്രലിനായിരിക്കും, ഗ്രീൻ ഉപയോഗിക്കേണ്ട എർത്തിനായിരിക്കും. വീട് പണിയൊക്കെ അടുത്ത് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ആ പറയുന്ന കറുത്ത ഈ പറയുന്ന നമ്മുടെ കറണ്ട് പോകുന്ന പൈപ്പിൽ കൂടെ 3 നിറത്തിലുള്ള വയറുകളാണ് പോകുന്നത്. ഏതൊക്കെയാണ്? ചുവപ്പ്, കറുപ്പ്, അതുപോലെ തന്നെ ഏതാണ്? പച്ച. ഇനി നിങ്ങളുടെ വീട് 3 ഫേസ് ആണെങ്കിൽ അതിനകത്ത് നീലയും മഞ്ഞയും കൂടെ കാണാൻ പറ്റും. അപ്പൊ സംഭവത്തിലേ ഉള്ളൂ, ന്യൂട്രൽ ലൈൻ എപ്പോഴും കറുപ്പ്, എർത്ത് ലൈൻ എപ്പോഴും പച്ച. അതങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. കാരണം വീട്ടിൽ പിന്നീട് പണി വരുന്ന സമയത്തോ ഒക്കെ നമുക്ക് തിരിച്ചറിയേണ്ട ഇത് ഏത് ലൈനാണെന്ന്. അപ്പൊ നിറം വെച്ച് കണ്ടുപിടിക്കാൻ ഇതാണ് സാധാരണ നമ്മൾ ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന് മലയാളത്തിൽ ചോദിച്ചാൽ ഇംഗ്ലീഷ് ചോദിച്ചാലും മാറ്റമൊന്നുമില്ലല്ലോ, വാക്കുകൾ പിടികിട്ടുമല്ലോ. ഓക്കെ അല്ലേ? ഞാൻ ഒന്നുകൂടി വായിച്ച് പറഞ്ഞ സമയം കളയണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോട്ട് ഒന്ന് നോക്കാം. നോട്ട് നോക്കിക്കോ. ഹൗസ് ഹോൾഡ് വയറിങ്ങിനകത്ത് ഇപ്പൊ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. നിറങ്ങൾ വരെയുള്ള ഇപ്പൊ പറഞ്ഞ അത്രയും പോയിന്റ് ഈ ഒറ്റ സ്ലൈഡിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന ഏത് ചോദ്യം നിങ്ങൾക്ക് നിഷ്പ്രയാസം എഴുതാനായിട്ട് പറ്റും. ഓക്കെ, എങ്കിൽ അടുത്ത രസമുള്ള ടോപ്പിക് ഇതിലോട്ട്. അപ്പൊ നമ്മളിവിടെ 3 സാധനങ്ങളെ പറ്റി പറഞ്ഞു. എന്തൊക്കെയാണ്? ELCB, MCB, ഫ്യൂസ്, വേണമെങ്കിൽ 4ാമത് എർത്ത് ലൈൻ. ഇങ്ങനെ 4 കാര്യങ്ങൾ പറഞ്ഞു. 4ഇടത്ത് നമ്മൾ ഒരൊറ്റ വാക്ക് കോമൺ ആയിട്ട് ഉപയോഗിച്ചു, സേഫ്റ്റി. കാരണം ഈ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം അല്ലെ. നമ്മുടെ വീട്ടിൽ നമ്മൾ നിത്യം ഉപയോഗിക്കുന്നതാണെങ്കിലും ആ ഇച്ചിരി ഡേഞ്ചർ ആണ്. നമ്മുടെ ശരീരമായിട്ട് കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ആളുടെ കഥ ചിലപ്പോൾ കഴിക്കാനായിട്ട് അതിനെ കൊണ്ട് പറ്റും. അപ്പൊ വീടുകളിലോട്ടൊക്കെ നമ്മളിങ്ങനെ സുലഭമായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ വീട്ടിൽ ഈ പറയുന്ന കറണ്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് ഉപയോഗിക്കുന്ന നമ്മൾ മനുഷ്യർക്ക് അപകടങ്ങളൊക്കെ പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സേഫ്റ്റി ഡിവൈസസ്. 4 സേഫ്റ്റി ഡിവൈസിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 4 വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ക്ലാസ്സുകൾ ഓക്കെ ആണല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് വിട്ടേക്ക്. ഇതിലും പലരും ഇപ്പോൾ ക്ലാസ് കണ്ടാൽ ലൈക്ക് ഒന്നും ചെയ്യാറില്ല. ഇനി അത് മറന്നുപോയിട്ടാണോ അതോ കൊള്ളൂലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കമന്റ് ചെയ്ത് പറഞ്ഞു അത്. അപ്പൊ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ പറയുന്ന സേഫ്റ്റി ഡിവൈസസ് ഏതൊക്കെയാണ്? സേഫ്റ്റി ഫ്യൂസ്, അടുത്ത് വരുന്ന സാധനമാണ് എന്ത്? എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, അടുത്ത് MCB, പിന്നെ വരുന്നതാണ് 3 പിൻ പ്ലഗ്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കാം. ആദ്യം സേഫ്റ്റി ഫ്യൂസ്. അപ്പൊ വീട്ടില് അല്ലെ, നിങ്ങളെ വീട്ടില് ഫ്യൂസ് കെട്ടുന്ന കണ്ടിട്ടില്ലാത്ത ആരും തന്നെ ഉണ്ടാകത്തില്ല. എപ്പോഴാണ് നിങ്ങളുടെ വീട്ടിൽ ഫ്യൂസ് പോകുന്നത്? നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന വാക്ക് ഷോർട്ട് സർക്യൂട്ട് അല്ലെ. അയ്യോ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഫ്യൂസ്. സാധാരണ ഈ ടൈപ്പ് ഫ്യൂസ് ആയിരിക്കും നിങ്ങളുടെ വീട്ടിലുള്ളത്. എന്നാൽ ഈ പറയുന്ന സ്റ്റെബിലൈസർ പോലെയുള്ള അല്ലെങ്കിൽ ഈ പവർ പ്ലഗിനകത്തൊക്കെയാണ് ഇങ്ങനത്തെ കുഞ്ഞു ഫ്യൂസ് ഉള്ളത്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഞാനൊക്കെ കൊച്ചായിരുന്ന സമയത്ത് നമ്മുടെ ടിവിക്കകത്തൊക്കെ, ഈ ടി വി ഒന്നും ഇന്നത്തെ പോലത്തെ ഈ പറഞ്ഞ LCD അല്ലല്ലോ, സാധാരണ പെട്ടി പോലത്തെ TV അല്ലേ. അപ്പൊ അതിന് വോൾട്ടേജ് ഒന്നും വീട്ടിൽ കാണാറില്ല. നിങ്ങളൊക്കെ ഇപ്പോഴൊക്കെ ഈ നമ്മുടെ വീട്ടിലൊക്കെ അത്യാവശ്യം വോൾട്ടേജ് ഉണ്ട്. ഞങ്ങളൊക്കെ കൊച്ചായിരുന്ന സമയത്തൊക്കെ വീട്ടിൽ വൈകിട്ട് ട്യൂബൊക്കെ ഇങ്ങനെ മിന്നി കത്തും.
അപ്പോൾ ഈ ടി വി ഒക്കെ വർക്ക് ആവണമെങ്കിൽ നല്ല വോൾട്ടേജ് വേണം. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്ന സാധനം കണക്ട് ചെയ്യും. അതിന് പുറകിലൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ സാധനം. ഓക്കെ. അല്ലെങ്കിൽ പണ്ട് ഈ നമ്മുടെ LED ട്യൂബിനൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഉരുണ്ട വാഴ ഇല്ലേ, വാഴയുടെ പോലെ ഇരിക്കുന്ന മറ്റേ വലിയ ട്യൂബ് ഉണ്ടായിരുന്നു. ആ ട്യൂബിലും ഒരു ചോക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. ആ ചോക്കിന്റെ സൈഡിൽ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇത് അടിച്ചു പോകും. അപ്പോൾ നമ്മളത് പതുക്കെ ഇങ്ങനെ ഊരിയിട്ട് ഈ സാധനം വേറെ കടയിൽ വാങ്ങാൻ കിട്ടുമായിരുന്നു. അത് വാങ്ങിച്ച് തിരിച്ചടച്ചു വെക്കുമ്പോൾ കിട്ടും. അപ്പോൾ എന്താണ് സേഫ്റ്റി ഫ്യൂസിന്റെ ചോദ്യം? എടാ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴെങ്കിലും ഒരു സർക്യൂട്ടിലൂടെ ആവശ്യത്തിലധികം കറണ്ട് പോയി, അപ്പൊ ജൂൾ നിയമം തന്നെയാണ് ഇവിടെയും വേണ്ടത്. H എന്താണ്? I²RT. അപ്പൊ എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിലൂടെ ഈ ഹൈ എമൗണ്ട് കറണ്ട് വന്നാൽ അതനുസരിച്ച് ഹീറ്റ് ഉണ്ടാകും. അതിനൊരു സംശയമില്ല. അപ്പൊ ഹൈ കറണ്ട് ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഒന്ന്, ഷോർട്ട് സർക്യൂട്ട് ആകും. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മുടെ ഫേസും ന്യൂട്രലും തമ്മിൽ ഒരിക്കലും ടച്ച് ചെയ്യത്തില്ല. നിങ്ങൾക്ക് അറിയാലോ, എവിടെ വെച്ച് ടച്ച് ചെയ്യാം? ഒരു ഉപകരണത്തിനകത്ത് വെച്ചത് ടച്ച് ആകും. എന്ന് വെച്ചാൽ ഉപകരണം ഉപയോഗിച്ചിട്ട് മിച്ചം വരുന്ന എനർജി ന്യൂട്രലിലൂടെ പുറത്തോട്ട് പോകുന്നു സങ്കല്പിച്ചോ. അല്ലാതെ ഒരു ലൈവ് അല്ലെങ്കിൽ ലൈവ് വയർ എന്ന് ഫേസ് വയറിന് പറയും കേട്ടോ. ലൈവ് വയർ അല്ലെങ്കിൽ ഫേസ് വയർ ന്യൂട്രലുമായിട്ട് ഒരു ഡിവൈസിനകത്ത് വെച്ച് പ്രവർത്തിക്കുമ്പോൾ അല്ലാതെ ടച്ച് ആയാൽ എന്ത് പറ്റും? നമുക്ക് ആലോചിച്ച് നോക്കി. ഫേസിൽ കൂടെ ഇങ്ങനെ ലൈൻ കറണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് I എന്ന് പറഞ്ഞിട്ട്. ന്യൂട്രൽ ആണെങ്കിലോ കറണ്ട് തിരിച്ചു പോകാനുള്ള പാത്ത. ഇത് രണ്ടും തമ്മിൽ ടച്ച് ആയി കഴിഞ്ഞാൽ വേഗത്തിൽ ഈ കറണ്ട് എന്ത് ചെയ്യും? ഇത് ലോ റെസിസ്റ്റൻസ് അല്ലേ, ഷാറ പറയുന്ന എന്ത് ചെയ്യും? കറണ്ട് പോകും. അപ്പൊ ആലോചിച്ച് നോക്കി, കറണ്ട് ലൈനിൽ നിന്ന് ഇങ്ങനെ കറണ്ട് വന്നുകൊണ്ടിരിക്കുക, അത് ഭയങ്കരമായിട്ട് വരും. നിങ്ങൾ ആലോചിക്കും, ഒരു പൈപ്പിലൂടെ വെള്ളം ഒരു പ്രഷറിലല്ലേ പോവുള്ളൂ. എന്നാൽ ഈ പ്രഷറിൽ ഈ പൈപ്പിലൂടെ വെള്ളം വന്ന പൈപ്പ് പൊട്ടിത്തെറിക്കും. അതുപോലെ ഈ പറയുന്ന വയറിലൂടെ കറണ്ട് പോകുന്നു ചിന്തിച്ചു. അപ്പൊ ഫേസ് ന്യൂട്രൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന കറണ്ട് വെറുതെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഫ്ലോ ആകും. അപ്പൊ അതനുസരിച്ച് ഹീറ്റ് ആവുകയും തീപിടുത്തമൊക്കെ ഉണ്ടാവാൻ ചാൻസ്. ഇതാണ് ഷോർട്ട് സർക്യൂട്ട്. ഇനി ഓവർലോഡിംഗ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ ഹൈ പവർ ഉള്ള ഫ്രിഡ്ജ്, ഇതിന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ വീട്ടിൽ പണിക്കായിട്ട് വരുന്ന സമയത്ത് ഈ ഡ്രില്ലർ പോലെയുള്ള സാധനങ്ങൾ, അല്ലെ വെൽഡിങ് മെഷീൻ, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഈ പണിക്കാർ കൊണ്ടുവന്ന് ഒരിക്കലും അവർ നിങ്ങളുടെ വീട്ടിലെ സാധാരണ പ്ലഗിനകത്ത് ഇതിനെ കൊടുക്കൂല. നമ്മുടെ മീറ്റർ ബോർഡിലെ ഫ്യൂസിനെ ഊരിട്ട് അതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് പിടിച്ചു കൊടുത്തിട്ടായിരിക്കും അവർ പണി ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന് റിലേറ്റ് ചെയ്യാനാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള അങ്ങനെയാണ്. സാധാരണ നമ്മുടെ വീട്ടിൽ ഈ പറഞ്ഞ ടെയിൽസ് കട്ട് ചെയ്യാനോ അല്ലെ അങ്ങനെ വെൽഡിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും നല്ല എനർജി വേണ്ട പണിക്ക് വരുന്ന സാധനങ്ങൾ ഒരിക്കലും വീട്ടിലെ സാധാ പ്ലഗിൽ കൊണ്ട് കൊടുക്കുക. കാരണം എന്താന്ന് വെച്ചാൽ, സാധാ പ്ലഗിൽ കൊണ്ട് കൊടുത്താൽ അവിടുന്ന് ഹൈ പവർ കറണ്ട് വരുമ്പോഴത്തേക്കും ഹൈ പവർ കാരണം ഈ പറയുന്ന ഉപകരണത്തിന് ഹൈ പവർ വേണമല്ലോ, അപ്പൊ അതിങ്ങനെ കറണ്ട് ഇങ്ങനെ വലിക്കും. അപ്പോൾ ഒരു പരിധിക്കപ്പുറം കറണ്ട് ഈ ചെറിയ വയറിലൂടെ പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹീറ്റായിട്ട് തീപിടുത്തം ഉണ്ടാകാനും ഡിവൈസസ് ഒക്കെ ചീത്തായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് സംഭവം. നമ്മൾ എന്താണ്, സാധാരണ ഒരു ഉപകരണത്തിലോട്ട് ഹൈ പവർ ഉള്ള ഒരു ഉപകരണം, സാധാരണ ഒരു പ്ലഗിലോട്ട് ഹൈ പവർ ഉപകരണം കണക്ട് ചെയ്യുമ്പോൾ ഓവർലോഡ് എന്ന് വിളിക്കും. ഫേസ് ന്യൂട്രലും തമ്മിൽ ടച്ച് ചെയ്താൽ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയും. മിന്നൽ അടിക്കുമ്പോൾ ഹൈ കറണ്ട് വീട്ടിലോട്ട് വരും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഈ 3 കണ്ടീഷൻ വരുമ്പോഴും നമ്മുടെ വീട്ടിലെ വയറിലൂടെ, ഫേസ് ലൈനിലൂടെ ഹൈ എമൗണ്ട് ഓഫ് കറണ്ട് പോകും. അപ്പൊ ഹൈ എമൗണ്ട് ഓഫ് കറണ്ട് വീട്ടിലൂടെ പോയി കഴിഞ്ഞാൽ അത് നല്ലതല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ലൈനിലോട്ട് ആരെ കണക്ട് ചെയ്യും? ഒരു ഫ്യൂസ് വയറിനെ കണക്ട് ചെയ്യും. അപ്പൊ മെക്കാനിസം നോക്കിക്കും. ഇതാണ് ഫേസ് ലൈൻ വീട്ടിലോട്ട് വരുന്നത്. നമ്മൾ ഇവിടെയാണ് എന്തിനെ കൊടുക്കുന്നത്? ഫ്യൂസിനെ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന വയറിന്റെ മെറ്റീരിയൽ അല്ല എന്തിനുപയോഗിക്കുന്നത്? ഫ്യൂസ് വയർ ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഫ്യൂസ് വയർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഫ്യൂസ് വയർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വീട്ടിൽ അടിച്ചു പോകുമ്പോൾ അല്ലെ വീട്ടിൽ കിടക്കുന്ന ഏതെങ്കിലും വയറിന് ചെമ്പ് കമ്പിയെ പിടിച്ച് തിരിച്ചു കൊടുക്കുന്ന ശീലമുണ്ട്. പക്ഷെ നല്ല കാര്യമല്ല. സത്യത്തിൽ നമ്മൾ ടിൻ അല്ലെങ്കിൽ ലെഡിന്റെ അലോയിൽ നിർമ്മിച്ച മെറ്റീരിയൽ വേണം ഫ്യൂസ് വയർ ആയിട്ട് ഉപയോഗിക്കാൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ പറയുന്ന അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന കുറവാണ്. എന്ന് വെച്ചാൽ ചെറിയ ചൂടടിക്കുമ്പോൾ തന്നെ ഇത് എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. ദ്രവണാങ്കം എന്നല്ലേ മെൽറ്റിംഗ് പോയിന്റിനെ പറയുന്നത്. അപ്പൊ അതെന്താണ്? ഭയങ്കര കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വയർ വേണം നമ്മൾ ഫ്യൂസ് വയർ ആയിട്ട് ഉപയോഗിക്കുക. അപ്പൊ എന്താ പറ്റുന്നത്? എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിലൂടെ ഹൈ കറണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം H എന്താണ്? I²RT. അപ്പൊ H I²RT കാരണം ഹൈ കറണ്ട് വന്നാൽ ഹൈ ഹീറ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വീടിനകത്തുള്ള കോപ്പർ വയറിനെക്കാളും മെൽറ്റിംഗ് പോയിന്റ് കുറവാണ് ഈ പറയുന്ന ടിൻ ആൻഡ് ലെഡിന്. അപ്പൊ എന്ത് പറ്റും? കോപ്പർ വയർ ഉരുകി തുടങ്ങുന്നതിനേക്കാളും വളരെ മുന്നേ തന്നെ എന്ത് പറ്റും? ഈ ഫ്യൂസ് വയർ ഉരുകും. ഫ്യൂസ് വയർ ഉരുകുമ്പോൾ എന്ത് പറ്റും? ഇത് പൊട്ടും. സോ എന്തായി? കറണ്ട് ഇവിടെ വെച്ച് കട്ടായി. ഇതിനപ്പുറത്തോട്ട് കറണ്ട് പോകത്തില്ല. കിട്ടിയോ? അപ്പൊ എപ്പോഴെങ്കിലും വീട്ടിൽ ഹൈ കറണ്ട് ഓവർലോഡിങ് കാരണമോ ഷോർട്ട് സർക്യൂട്ട് കാരണമോ ലൈറ്റ്നിങ് കാരണമോ വീട്ടിൽ ഹൈ കറണ്ട് വരുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ ഹൈ കറണ്ട് ഹീറ്റ് ഉൽപ്പാദിപ്പിക്കും. അപ്പൊ വീട്ടിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കോപ്പർ വയറിനെക്കാളും മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ ടിൻ ആൻഡ് ലെഡിന്റെ അലോയ് കൊണ്ടാണ് ഫ്യൂസ് വയർ ഉണ്ടാക്കിയിട്ടുള്ളത്.
അപ്പൊ ഈ ഫ്യൂസ് വയർ നമ്മൾ ഈ കോപ്പർ ചൂടാവുന്ന പോലെ തന്നെ ചൂടാവും, പക്ഷെ അതിനേക്കാളും മുന്നേ അങ്ങ് ഉരുകി പൊട്ടും. എന്ത് പറ്റും? പിന്നെ വീട്ടിലോട്ട് കറണ്ട് വരത്തില്ല. അപ്പൊ വീട്ടിലോട്ട് പിന്നെ കറണ്ട് വരാതപ്പോ എന്ത് പറ്റും? ഇതിനപ്പുറത്തോട്ട് ഉപകരണങ്ങളോട്ട് ഹൈ കറണ്ട് പോവില്ല, മിന്നൽ വന്ന് വീട്ടിലെ ഉപകരണങ്ങളെ ചീത്താക്കത്തില്ല, ഫ്യൂസ് പൊട്ടി അവിടെ നിൽക്കും. നമുക്കപ്പോൾ പിന്നീട് ഈ സിറ്റുവേഷൻ എന്താണെന്നപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ. അപ്പോൾ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കി അത് റെക്ടിഫൈ ചെയ്തിട്ട് പിന്നീട് ഈ സാധനം ഊരിയിട്ട് ഫ്യൂസ് വയർ കെട്ടി വയ്ക്കുമ്പോഴത്തേക്കും കറണ്ട് കിട്ടും. ഇതാണ് അതിന്റെ വർക്ക്. ഓക്കെ ആണല്ലോ? ഇതാണ് അതിന്റെ വർക്ക്. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കുമോ? ഇല്ല. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എന്താ? ഫ്യൂസ് വയറിന്റെ പ്രവർത്തന തത്വം എന്താണ്? അപ്പൊ നിങ്ങൾ പറയണം എന്താണ്? ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഫ്യൂസ് വയർ പ്രവർത്തിക്കുന്ന എന്ത് പ്രവർത്തന തത്വത്തിലാണ്? ഹീറ്റിംഗ് ഇഫക്റ്റ്. വൈദ്യുതിയുടെ താപഫലത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഫ്യൂസ് വയർ നിർമ്മിച്ചിട്ടുള്ളത്? അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. സോ എന്തൊക്കെ സിറ്റുവേഷൻ കാരണമാണ് വീട്ടിൽ ഹൈ കറണ്ട് ഉണ്ടാകുന്നത് ചോദിച്ചിട്ടുണ്ട്. പണ്ടത്തെ സ്കീമിലാണ് ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കുന്നത് എനിക്ക് അറിയില്ല. ഓവർലോഡ്, ഷോർട്ട് സർക്യൂട്ട്, ലൈറ്റിംഗ് can causes excessive current flow through the circuit. A safety fuse is a device to protect the living beings and equipments from the danger of the lighting. ഓക്കെ ആണല്ലോ? ഹീറ്റിംഗ് എഫക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് പ്രവർത്തിക്കുന്നത്. ഇത്രയാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതിനോടകം തന്നെ എഴുതാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫ്യൂസ് വയറും സ്വിച്ചും ഒക്കെ കണക്ട് ചെയ്യുന്ന എപ്പോഴും എങ്ങനെയായിരിക്കും? സീരീസ് ആയിട്ട് ആയിരിക്കും, പാരലൽ ആയിട്ട് അല്ല. അപ്പൊ അതിന് സേഫ്റ്റി ഫ്യൂസിന്റെ പ്രവർത്തനവും തത്വവും ഒക്കെ ഞാനിവിടെ വ്യക്തമായിട്ട് നോട്ടി കൊടുത്തിട്ടുണ്ട്. വീണ്ടും വായിച്ച് സമയം കളയുന്നില്ല, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം, അല്ലെങ്കിൽ നോട്ട് പിന്നെ കിട്ടും. ശരി, അടുത്ത് നമുക്ക് എന്ത് പോവാം? MCBയിലോട്ട് പോവാം. എടാ, ഫ്യൂസ് വയർ ചെയ്യുന്ന അതേ പരിപാടി കുറച്ചുകൂടി മോഡേൺ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് ആര്? MCB. ഇവിടെ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടും കൂടെ ചേർത്താണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. ഒരുപാട് പ്രവർത്തന ഡീറ്റെയിൽസിലോട്ടൊന്നും പോകേണ്ട, സംഭവം ഇത്രയേ ഉള്ളൂ. എപ്പോഴെങ്കിലും നേരത്തെ പോലെ ഹൈ കറണ്ട് വീട്ടിലുണ്ടായാൽ ഇതിനകത്ത് ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. ഇതിനകത്തുള്ള അറേഞ്ച്മെന്റ് കാരണം എന്ത് പറ്റും? ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ ഉണ്ടാകും. ഇതിനകത്ത് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന സാധനം ഇരിക്കും. അപ്പൊ ഈ പറയുന്ന ഹൈ കറണ്ട് ഉണ്ടാകുമ്പോഴത്തേക്ക് ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കി ഇത് ഇങ്ങോട്ട് വലിക്കും. അപ്പോൾ കറണ്ട് കണക്ഷൻ ഇങ്ങോട്ട് പോകാതെ ഇത് തിരിച്ചു വലിച്ച് കട്ടാവും. നമ്മൾ പിന്നീട് സ്വിച്ചിനെ താഴ്ത്തുമ്പോഴത്തേക്കും ഇത് വീണ്ടും തിരിച്ച് മുന്നോട്ട് പോയിരുന്നിട്ടൊക്കെ വർക്കാവും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇത്രമാത്രം ആലോചിച്ചാൽ മതി. സേഫ്റ്റി ഫ്യൂസിന് പകരമായിട്ട് മോഡേൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് MCB. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ രണ്ടും ഉപയോഗിക്കും. അപ്പൊ എക്സസീവ് കറണ്ട് നമ്മുടെ വീട്ടിലൂടെ പോകുന്ന സമയത്ത് ഷോർട്ട് സർക്യൂട്ട് കാരണമോ ഓവർലോഡ് കാരണമോ MCB ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ സർക്യൂട്ടിനെ എന്ത് ഡിസ്കണക്ട് ചെയ്യും. പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂസ് വയർ പോലെ നമ്മൾ വയർ ഇട്ട് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. സ്വന്തമായിട്ട് ഒരു സ്വിച്ച് അമർത്തുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മാറ്റാൻ പറ്റും. അപ്പൊ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയും അതുപോലെ മാഗ്നറ്റിക് എഫക്റ്റും കൂടി ചേർത്താണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ചോദിക്കും, ഫ്യൂസ് വയർ ഹീറ്റിംഗ് മാത്രമാണെങ്കിൽ MCBയിൽ മാഗ്നറ്റിക് എഫക്റ്റും ഉണ്ട്. അതായത് സോളിനോയിഡ് കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ ഇതെന്തായിരിക്കും? ഫീൽഡ് ഉണ്ടാവും, ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറും. അതും അതുപോലെ ഒരു ഹീറ്റിംഗ് ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്, അത് ചൂടാവുന്നത് ഇതിനകത്ത് ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ ചേർത്ത് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത്, ഈ പറയുന്ന MCB എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? മലയാളത്തിൽ MCB എന്ന് തന്നെ പറയുന്നത്, വേറെ പേരൊന്നുമില്ല. അതാണ് MCB എന്ന് പറയുന്നത്. കണ്ടോ ഹീറ്റിംഗ് എഫക്റ്റ്, കണ്ടോ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ചൂടാവും, മാഗ്നറ്റിക് എഫക്റ്റ് കാരണം എന്ത് പറ്റും? ഈ ട്രിപ്പ് നമുക്ക് മാറ്റാനൊക്കെ പറ്റും. ഇതാണ് സംഭവം. ഓക്കെ, MCB. അടുത്ത് ELCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അപ്പൊ നമ്മൾ ഇതിന്റെ വേറൊരു ഫോമായിട്ടുള്ള RCCB ഒക്കെ ഇപ്പോൾ ഉണ്ട്. എന്നാലും എർത്ത് ലീക്കേജിന്റെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫേസ് ലൈനിലൂടെ കറണ്ട് അകത്തോട്ട് വരും, ന്യൂട്രലിലൂടെ പുറത്തോട്ട് വരും. ഇത് രണ്ടിനും പോരാതെ ഇടയ്ക്ക് വരുന്ന മൂന്നാമത്തെ ആളാണ് എർത്ത് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ എർത്ത് ലൈനിലൂടെ സത്യത്തിൽ കറണ്ട് വരാൻ പാടില്ല. അതാണ് സത്യം. എർത്ത് ലൈനിലൂടെ കറണ്ട് വരാൻ പാടില്ല. കാരണം എർത്തിങ് ഉണ്ടാവുന്നത് നല്ലതാണ്. അതായത് എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടില്, ഇപ്പൊ ഞാൻ ആദ്യം എർത്തിങ് പറഞ്ഞിട്ട് ഞാൻ ELCBയിലോട്ട് വന്നാൽ പോരെ? നോക്കടാ, 3 പിൻ പ്ലഗ് ഒന്ന് എന്താണ് 3 പിൻ പ്ലഗ്? അത് പറഞ്ഞിട്ട് വീട്ടിലോട്ട് വരാം. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക? 3 പിൻ പ്ലഗ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. നോക്കൂ, നമ്മുടെ വീട്ടില് നമ്മൾ ഒരു ഫ്രിഡ്ജ് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? മെറ്റൽ വസ്തു കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട സാധനമാണ് ഈ കംപ്രസർ എന്നൊക്കെ പറയും. അപ്പൊ നമ്മുടെ ഫേസ് ലൈൻ വന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ കംപ്രസറിൽ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രൽ ലൈന് കംപ്രസറിൽ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഒരു എലി വന്നിട്ട് എന്ത് ചെയ്തു? ഈ ഇൻസുലേഷൻ അങ്ങ് കടിച്ചു കളഞ്ഞു. അപ്പൊ എന്ത് പറ്റും? ഈ ഫേസ് ലൈനിൽ നിന്ന് വരുന്ന കറണ്ട് എങ്ങോട്ട് പോയി നിൽക്കും? നമ്മൾ ഈ പറയുന്ന മെറ്റൽ ബോഡിയിലേക്ക് പോകും. അപ്പൊ മെറ്റൽ ബോഡിയിലേക്ക് വന്ന് നിൽക്കും. അപ്പൊ നമുക്കറിയാം, മെറ്റൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ട് ചെയ്യും. പക്ഷെ ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ ഫ്ലോ ചെയ്യണം. ഫ്ലോ ചെയ്യാത്തപ്പോൾ അതിങ്ങനെ അവിടെ സ്റ്റോർ ആയി നിൽക്കുകയാണ്. അപ്പോഴാണ് നിങ്ങളത് ചെരുപ്പൊന്നും ഇടാതെ എന്ത് ചെയ്തേക്കുകയാണ്? ഈ പറയുന്ന ഫ്രിഡ്ജിനടുത്തേക്ക് വന്നിട്ട്
കൈവച്ച് എന്ത് ചെയ്യും, ഇവിടെ തൊടും. അപ്പൊ എന്ത് പറ്റും? ഹ്യൂമൻ ബോഡി ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഈ പറയുന്ന ചാർജ് മൊത്തം നേരെ നിങ്ങളുടെ ശരീരത്തിലൂടെ കയറും. ചെരുപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? അത് നേരെ ഭൂമിയിലോട്ടാണ് പോകും. കാരണം ഭൂമി എത്ര കറണ്ട് വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുക. സോ ഇവിടുത്തെ ചാർജും പോവും, ഭൂമിയിലും എത്തും. പക്ഷെ ഇതിനിടയിൽ കിടക്കുന്ന നിങ്ങളുടെ കാര്യം ബുദ്ധിമുട്ടായി. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാൻ, നിങ്ങളെന്ന് പറയുന്നത് ഏതോ ഒരാളെന്ന് പറയുന്നതാണ് ശരി. കാരണം ഇതൊക്കെ അത്ര അപകടമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ മുടിയൊക്കെ എന്ത് ചെയ്യും? ഷോക്കിലൊക്കെ എന്ന് പറയുന്ന ഒരു മുകളിലോട്ട് പൊങ്ങനെ. അപ്പൊ നിങ്ങൾ അയ്യോ ഷോക്ക് അടിച്ചെന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പൊ ആ അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന്, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ചെരുപ്പിട്ടുകൊണ്ട് വീട്ടിനകത്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എലിയെ വീട്ടിൽ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ ചാർജ് ഇവിടെ ഇങ്ങനെ സ്റ്റോർ ആയി നിൽക്കാൻ പാടില്ല. ഈ ചാർജ് ഇറങ്ങിപ്പോകണം. എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡിയിലോട്ട് ഒരു പച്ച നിറത്തിലുള്ള വയർ കൊടുത്തേക്കും. ഇതിന്റെ പേരാണ് എർത്ത് വയർ. അതായത് എപ്പോഴെങ്കിലും ഇങ്ങനെ ചാർജ് നമ്മുടെ ഇതിൽ ബിൽഡപ്പ് ആയാൽ ആ ചാർജിന് അപ്പം തന്നെ ഇതൊരു ലോ റെസിസ്റ്റൻസ് പാത്താണ്. ഇതെന്തുവാണ്? ഒരു ലോ റെസിസ്റ്റൻസ് പാത്താണ്. ഒരു ലോ റെസിസ്റ്റൻസ് പാത്താണ് എന്ന് പറയുന്നത് ഈ പറയുന്ന എർത്ത് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറ്റും? ഇവിടെ ഉള്ള ഈ ചാർജ് ഇവിടെ നിൽക്കാതെ എന്ത് ചെയ്യും? അപ്പൊ തന്നെ ചാർജിന് എപ്പോഴും ഇങ്ങനെ നിൽക്കണമെന്നൊരു താല്പര്യമൊന്നുമില്ല. ലോ റെസിസ്റ്റൻസ് പാത്ത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യും? ഈ ചാർജ് നേരെ എന്ത് ചെയ്യും? ഓടി ഇതുവഴി എന്ത് ചെയ്യും? നമ്മുടെ ഭൂമിയിലോട്ട് പോകും. നിങ്ങൾ പുതിയ വീടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വീട് വയ്ക്കുമ്പോൾ വീടിന്റെ സൈഡിലായിട്ട് ഒരു വലിയ കുഴി എടുക്കും. എർത്തിങ്ങിന്റെ കുഴി എന്നാ പറയുന്നത്. ഇതിനകത്ത് ഈ പറയുന്ന ചാർക്കോളും അല്ലെ കരിയും സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ നിറച്ചു വെച്ചേക്കും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പൊക്കെ ഇട്ടിട്ട് കണക്ഷൻ കൊടുത്തേക്കും. അതായത് ഭൂമിയിലോട്ട് കറണ്ട് അങ്ങ് പോകും. ഇതാണ് സംഭവം. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഈ പറയുന്ന ഫ്രിഡ്ജിലോട്ട് കൊടുക്കുമ്പോൾ അപ്പൊ എത്ര ലൈൻ ഉണ്ടായിരിക്കും? 3 എണ്ണം ഉണ്ടായിരിക്കും. ഒന്ന് ആ വലിയ പിന്നിൽ നിന്ന് പോകുന്ന എർത്ത് ലൈൻ, പിന്നെ ഒരു ഫേസ് ലൈൻ, പിന്നെ ഒരു ന്യൂട്രൽ ലൈൻ. അപ്പൊ ഇങ്ങനെ ആയിരിക്കുമല്ലോ, ഒരു ഫേസ് ന്യൂട്രൽ ഇതും കൂടി ചേർന്നിട്ടായിരിക്കും നമ്മുടെ വീട്ടിലോട്ട് കറണ്ട് കണക്ഷൻ വരുന്നത്. അപ്പൊ ഈ പറയുന്ന എർത്ത് വീട്ടിലോട്ടല്ല, ഈ പറയുന്ന ഡിവൈസിലോട്ട് നമ്മൾ ഡിവൈസിന്റെ പ്ലഗ് എടുത്ത് സോക്കറ്റിൽ കൊടുത്തിട്ട് ഓൺ ആക്കുമ്പോൾ ഇതുപോലെ 3 ലൈൻ പോകും. അപ്പൊ എർത്ത് ലൈനിന്റെ ജോലി മനസ്സിലായി കാണുമല്ലോ. ഇതാണ് 3 പിൻ എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? 3 പിൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയോ, 3 പിൻ കണ്ടോ? അപ്പൊ നമ്മൾ ഈ പറയുന്ന മൂന്നാമത്തെ വലിയ പിന്നാണ് 3 പിൻ. അപ്പൊ ഇനി ശ്രദ്ധിച്ചോ. ഇപ്പൊ നമ്മൾ എർത്തിങ് പറഞ്ഞില്ലേ? അതായത് വേറൊന്നുമല്ല, ELCB പറഞ്ഞില്ലേ? അപ്പൊ ഈ പറയുന്ന ലൈനിലൂടെ എപ്പോഴെങ്കിലും കറണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ ഈ എർത്ത് ലൈനിലൂടെ എപ്പോഴെങ്കിലും കറണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എവിടെയോ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടുണ്ടെന്നാണ്. അപ്പൊ ഇതുവഴി കറണ്ട് പോകുമ്പോൾ ഈ വയറിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ELCB കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ELCB ഇവിടെ അല്ല കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുന്നത് ഫേസിനും ന്യൂട്രലിനും ഇടയിൽ തന്നെയാണ് നമ്മൾ ELCB കൊടുക്കുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും എർത്തിങ്ങിലൂടെ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ ഈ പോകുന്ന ഫേസും ഈ തിരിച്ചു വരുന്ന ന്യൂട്രലിനും ഇടയിൽ ഒരു വ്യത്യാസം ഉണ്ടായി എന്നാണ് അർത്ഥം. അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കി? ഇവിടെ വീട്ടിൽ ഉപകരണം ഉപയോഗിക്കുമ്പോൾ പോകുന്ന പോലെ അല്ല. എർത്തിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര ലോ റെസിസ്റ്റൻസ് അല്ലേ? അപ്പൊ നേരത്തെ ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡിങ് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായി കറണ്ട് പോകും. അപ്പൊ ഫേസ് ന്യൂട്രലും തമ്മിൽ എന്തോ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവും. അത് ആര് കമ്പയർ ചെയ്യും? ഈ പറയുന്ന ELCB കമ്പയർ ചെയ്യും. അതിന്റെ അർത്ഥം എന്താണ്? ഇവർക്കിടയിൽ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ എർത്തും വഴി ലൈൻ പോയിട്ടുണ്ടെന്നാണ് അർത്ഥം. സോ ഇതിനെന്ത് ചെയ്യും? ട്രിപ്പാക്കി പ്രൊട്ടക്ട് ചെയ്യും. എന്നുവെച്ചാൽ ഫേസ് ന്യൂട്രലും തമ്മിൽ കറണ്ട് വ്യത്യാസം ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ എവിടെയോ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് കറണ്ട് പോകുന്നുണ്ടെന്ന് അർത്ഥം. ഇതുവഴി ആയിരിക്കാം പോകുന്നത്? എർത്ത് ലൈൻ വഴിയായി. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ELCB എന്ത് ചെയ്യും? സർക്യൂട്ടിനെ അങ്ങോട്ട് കട്ട് ചെയ്യും. ഇതാണ് അതിന്റെ പ്രവർത്തനം. ഞാൻ മനസ്സിലാക്കാനായിട്ട് പ്രവർത്തനമൊക്കെ പറയുന്നത്. ഇനി പ്രവർത്തനം വ്യക്തമായിട്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അയ്യോ ടെക്സ്റ്റ് ബുക്ക് താഴെ പോയി. ശരി, നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പൊ നോക്കിയോ, അപ്പൊ 3 പിൻ പ്ലഗ് ഇപ്പൊ ELCB പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അപ്പൊ എന്താണ്? ഹെൽപ്പ് ടു ഡിസ്കണക്ട് ദി സർക്യൂട്ട് ഓട്ടോമാറ്റിക്കലി ഇഫ് ദർ ഇസ് കറണ്ട് ലീക്ക് ഡ്യൂ ടു ഇൻസുലേഷൻ ഫെയിലിയർ ഓർ അതർ റീസൺസ്. ഇൻസുലേഷൻ ഫെയിലിയർ ആയിട്ട് കാരണം അല്ലെങ്കിൽ മറ്റു റീസൺ കാരണം എന്ത് പറ്റും? ദിസ് പ്രിവെന്റ് ഇലക്ട്രിക് ഷോക്ക് ടു ദോസ് ഹു കം ഇൻ കോൺടാക്ട് വിത്ത് ദ സർക്യൂട്ട് ഓർ ദ ഡിവൈസ്. ഡിവൈസ് എടുത്തോട്ടുന്ന ആൾക്ക് ഷോക്ക് അടിക്കാതിരിക്കും. ഹൗസ് ഹോൾഡ് ഇലക്ട്രിക് സർക്യൂട്ട്, ബ്രാഞ്ച് സർക്യൂട്ട് ആഫ്റ്റർ ദ ELCB അല്ലെ? നമ്മൾ ഈ പറയുന്ന ELCB കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലെ എല്ലാ ഡിവൈസസും കൊടുക്കുന്നത്. അപ്പൊ മനസ്സിലാവുമല്ലോ, ഫേസ് ന്യൂട്രലും എടുക്കേണ്ട ആ പവർ വ്യത്യാസം അതിനൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട്. അതിന് മുകളിൽ പോയാൽ ഇത് എന്ത് ചെയ്യും പറ്റും. സോ 1 ELCB is usually sufficient for ഒരെണ്ണം മതിയാവും. അത്രയും 3 പിൻ പ്ലഗ് മനസ്സിലായല്ലോ. 3 പിൻ പ്ലഗ് is another device. Which line does the E letter indicates? ഇത് E എന്ന് പറയുന്ന വലിയ സ്വിച്ച് ഏതിനെ കാണിക്കുന്ന? എർത്തിനെയാണ് കാണിക്കുന്നത്. ഇത് എവിടെയാണ് കണക്ട് ചെയ്തേക്കുന്ന? മെറ്റൽ ബോഡി കണ്ടോ ഡിവൈസിന്റെ മെറ്റൽ ബോഡിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. Where will the current flow if a short circuit occur in the device? എങ്ങോട്ട് പോകും? എർത്തിലോട്ട് പോകും. എർത്ത് ലൈൻ വഴി എർത്തിലോട്ട് പോകും. Will this cause excessive current flow? Yes. If so, what will happen to the MCB? MCB കട്ടാകും.
MCB ഉറപ്പായിട്ട് കട്ടാവും. അപ്പോൾ എർത്ത് ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ELCB എന്താണ്? ഇതെല്ലാം മോഡേൺ മെത്തേഡ്. ആദ്യം പണ്ട് ഫ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ 3 പിൻ പ്ലഗ് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന MCB പിന്നെ DLCB ഒക്കെ വരുന്നത്. അപ്പോൾ ഓരോന്നും ഇത് 4 പേരും കൂടെ ഒരുമിച്ച് ചേർന്നാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് ഷോക്ക് ഒന്നും അടിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സത്യം പറയാൻ ചാപ്റ്റർ ഇവിടെ തീർന്നു. ഇനി ഇലക്ട്രിക് ഷോക്കാണ്. ഇലക്ട്രിക് ഷോക്കിനെ പറ്റി നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നോട്ടില് ഞാൻ എന്താ കൊടുത്തിട്ടുണ്ട്, ELCBയുടെ പ്രവർത്തനം വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 3 പിൻ പ്ലഗിന്റെ ഫംഗ്ഷനും നിങ്ങൾക്ക് പഠിക്കാൻ തക്ക രീതിയിൽ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് ഇലക്ട്രിക് ഷോക്കാണ്. എപ്പോഴാണ് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവുന്നത്? ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവുന്നത് എപ്പോഴായിരിക്കും? അല്ലെ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാരണവശാൽ ഇൻസുലേഷൻ ഫെയിലിയർ ഇതെല്ലാം ഉണ്ടെങ്കിൽ അപേക്ഷിച്ച് ഇതിനപ്പുറമാണ് എന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ ഷോക്കൊക്കെ ആൾക്കാർക്ക് അടിക്കുന്നത്. അപ്പൊ നമ്മൾ ഫേസ് ലൈനുമായിട്ട് നമ്മൾ കോൺടാക്റ്റിൽ വരികയും നമ്മുടെ ശരീരത്തിലൂടെ കറണ്ട് പോകാൻ ഒരു പാത്ത്, അതായത് നമ്മൾ ഭൂമിയിൽ ചവിട്ടി നിൽക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിലോ കണ്ടക്ടിങ് വസ്തുവിൽ ചവിട്ടി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തൂടെ കറണ്ട് പോകുന്ന അവസ്ഥയാണ് ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഷോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് മൊത്തത്തിൽ അത് അഫക്റ്റ് ചെയ്യും. നമുക്ക് ഒന്ന് ശരീരം ചൂടാകി പൊള്ളലുണ്ടാകും, ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നഷ്ടപ്പെടും, നെർവ് ഇമ്പൾസുകൾ ആവശ്യമില്ലാതെയൊക്കെ പോയിട്ട് മരണം സംഭവിക്കും. അതാണ് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടായാലുള്ള കുഴപ്പം. ഓക്കെ, അപ്പോൾ ടച്ചിങ് ദ ലൈവ് വയർ, ഫോൾട്ടി അപ്ലയൻസസ് അല്ലെങ്കിൽ ഡാമേജ്ഡ് കോഡ് അല്ലെങ്കിൽ എന്താണ് വെറ്റ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിനൊക്കെ തൊടുമ്പോഴാണ് നമുക്ക് വൈദ്യുതി അടിക്കുന്നത്. ഇനി മിന്നൽ കാരണം അതുപോലെ വെള്ളത്തിൽ മുങ്ങിയ ലൈൻ കാരണമൊക്കെ ഉണ്ടാകും, ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകും, അത് ബേൺ ഉണ്ടാകും, മസിൽ സ്പാസം ഉണ്ടാകും. അപ്പൊ ഹാർട്ടിൽ നിന്നും അല്ലെ ഷോക്ക് അടിക്കുന്ന ആളെ നെഞ്ചിലിങ്ങനെ നമ്മൾ CPR കൊടുക്കുന്ന എന്തിനാ? കാരണം ഹൃദയത്തിനകത്ത് നമുക്കറിയാമല്ലോ ഈ ഇമ്പൾസുകൾ പോയിട്ടാണ് അത് ഈ പറയുന്ന സിസ്റ്റോളിക് ഡയസ്റ്റോളിക് ഇങ്ങനെ മൂവ്മെന്റ് ചെയ്ത്. അപ്പൊ വൈദ്യുതി പുറത്തുനിന്ന് വരുമ്പോഴത്തേക്ക് ഇത് ആവശ്യമില്ലാതെയൊക്കെ വന്ന് മസിൽ അങ്ങനെ നിന്ന് പോകും, പാരലിസിസ് സംഭവിക്കും, ശ്വസനത്തിന് ബുദ്ധിമുട്ടുണ്ടാവും, ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവും, മരണം വരെ സംഭവിക്കും. അപ്പോൾ എന്തായിരിക്കും? ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അത് അടിക്കാതിരിക്കാൻ പ്രിക്വേഷൻസ് എടുക്കണം. പ്രിക്വേഷൻസ് ഒക്കെ ഞാൻ ഇനി പറഞ്ഞു തന്നില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ചെയ്യൂലെങ്കിലും അറിയാമല്ലോ. നനഞ്ഞ കൈകളുണ്ട് ഒരു കാരണവശാലും സ്വിച്ച് ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ ചെയ്യരുത്. പ്ലഗ് നമ്മൾ കൊടുക്കുമ്പോഴും ഊരുമ്പോഴും സ്വിച്ച് ഓഫ് ചെയ്യണം. ചാർജർ കൊടുക്കുമ്പോൾ നിങ്ങൾ ആരും അത് ചെയ്യൂലല്ലോ. നോർമൽ സോക്കറ്റിലെ പവർ പ്ലഗുകളെ കൊടുക്കരുത്. ഡു നോട്ട് ടച്ച് ദ ഇൻസൈഡ് ഓഫ് കേബിൾ TV അഡാപ്റ്റർ, എൻഷുർ ദാറ്റ് അഡാപ്റ്റർ ഹാസ് എ ഇൻസുലേറ്റഡ് കവർ. ഈ അഡാപ്റ്റർ ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോഴല്ലേ, പണ്ട് കേബിൾ TV ഇപ്പൊ ഡിഷും മറ്റേ സെറ്റോ ബോക്സും ഒക്കെ അല്ലേ, സെറ്റോ ബോക്സ് ആയാലും അതിന്റെ പുറകെ അഡാപ്റ്റർ ഉണ്ട്. പണ്ട് ഈ ലൈൻ ഉണ്ടല്ലോ, നിങ്ങൾ ആന്റിന ഒക്കെ കേട്ടിട്ടുണ്ട്, ദൂരദർശനം കിട്ടുന്ന ആന്റിന, അതിന്റെ വയറിൽ കൂടിയൊക്കെ ഒരുപാട് പേർക്ക് ഷോക്ക് അടിച്ചിട്ടുണ്ട്. കാരണം മിന്നലൊക്കെ ഇതിൽ വന്ന് അടിച്ചു നിൽക്കും. നമ്മൾ പോയിട്ട് അതിന് സോക്കറ്റ് പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഷോക്ക് അടിക്കും. എനിക്ക് പണ്ട് അടിച്ചിട്ടുണ്ട്. പക്ഷെ മിന്നലിന്റെ അല്ല, ചിലപ്പോൾ അല്ലാതെ ഈ മഴ സമയത്തൊക്കെ നമ്മളതിന്, കാരണം ഈ പണ്ട് ഇതൊക്കെ കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ല, അപ്പൊ നമ്മൾ ഇതിനൊക്കെ തിരുക്കി കൊടുക്കണം. അങ്ങനെയൊക്കെ കൊണ്ട് കാലം ഉണ്ടായിരുന്നു. ഓക്കെ, കഷ്ടപ്പെടുന്ന കാലം. അവിടെ പോയി തൊടുമ്പോഴൊക്കെ ഷോക്ക് ഒക്കെ അടിക്കും. ഇനി പട്ടം പറത്തുമ്പോൾ ലൈനിന്റെ അടുത്തൊന്നും പോയി പട്ടം പറത്തരുത്. അയണും അലുമിനിയം ലാഡേഴ്സും ഒക്കെ ഉപയോഗിക്കും ഒരു കാരണവശാലും എന്താ ചെയ്യരുത്. അതായത് നമ്മുടെ വീട്ടിലെ ഏണിയും സാധനമൊന്നും ഇലക്ട്രിക് ലൈനിന്റെ അടുത്ത് കൊണ്ടുപോകരുത്. ഇനി ഇലക്ട്രിക് ലൈനിന്റെ അടുത്ത് വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും അലുമിനിയം ഇരുമ്പ് ഏണി ഉപയോഗിക്കരുത്. മുളയിലെ ഇൻസുലേറ്റർ ഏണി വേണം ഉപയോഗിക്കാൻ. വീട്ടിൽ ആവശ്യമില്ലാതെ അറിഞ്ഞുകൊണ്ടെങ്കിൽ പണിയൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഇനി പണി ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. ചെരുപ്പൊക്കെ ഇട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കും. ഇനി ഇതൊക്കെ മാറി നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും, അല്ലെ, മഴ സമയത്തെ കാര്യങ്ങൾ അറിയാമല്ലോ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് കൃത്രിമ ശ്വാസം കൊടുക്കാൻ ചോടി പോവുക എന്നുള്ളതല്ല. അതാണ് നിങ്ങളുടെ മൈൻഡ് വരുന്നതെന്ന് അറിയാം. എന്ത് ചെയ്യണം? ആദ്യം അവർ വൈദ്യുതിയുമായി അവർ വിച്ഛേദിക്കപ്പെട്ടു എന്ന് നോക്കണം. അല്ലെങ്കിൽ ചെന്ന് പിടിക്കുന്ന നിങ്ങൾ ഭൂമിയിൽ നിന്ന് വിച്ഛേദിച്ച് പോകും. അപ്പൊ എന്ത് പറ്റും? കണക്ഷൻ കട്ടായി എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഉറപ്പുവരുത്തി കഴിഞ്ഞതിന് ശേഷം, ഓക്കെ, ഓൺലി ആഫ്റ്റർ ഡിസ്കണക്ടിങ് ദ പേഴ്സൺ ഹൂ ഗെറ്റ് ദ ഷോക്ക് ഫ്രം ദ ഇലക്ട്രിക് വയർ. അതാണ് ആദ്യം ചെയ്യേണ്ട പരിപാടി. അതിനുശേഷം എന്ത് ചെയ്യുക? അവർ റബ്ബ് ചെയ്തിട്ട് ഈ സർക്കുലേഷൻ കൂട്ടുക. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ മാത്രം കൊടുക്കുക. മസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞില്ല, മസിൽ സ്പാസ് ഒക്കെ ഉണ്ടാകും. നമ്മൾ മസിലൊക്കെ തിരിഞ്ഞ് ഒന്ന് ബോഡി ഹീറ്റാക്കി കൊടുക്കുക. ഇനി ഹാർട്ട് നിന്ന് കഴിഞ്ഞാൽ CPR, അല്ലെ, CPR കൊടുക്കുക. CPR കൊടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ചു. ഇത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് വിളിച്ചിട്ട് എന്ത് ചെയ്യുക? ആൾ ആശുപത്രി എത്തിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ CPR കൊടുക്കേണ്ട രീതിയൊക്കെ കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് വായിച്ചു വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം ജീവൻ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ടിട്ടപ്പോൾ സാധിച്ചത്. അപ്പൊ ഇത്രയും പറയുമ്പോൾ മനോഹരമായിട്ടുള്ള നമ്മൾ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുകയാണ്, അവസാനിക്കുകയാണ്. ഇനി ലെറ്റ്സ് അസസ് ആണ്. അതിന്റെ ഉത്തരങ്ങൾ ഞാൻ ഉടനെ തന്നെ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.